നിങ്ങൾ ബുർക്കിന ഫാസോ എന്ന രാജ്യത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഏകദേശം വെറും മഹാരാഷ്ട്രയുടെ അത്രമാത്രം വലിപ്പമുള്ള പശ്ചിമ ആഫ്രിക്കയിലെ ഒരു ദരിദ്ര രാജ്യമാണ് ബുർക്കിന ഫാസോ. ആഫ്രിക്കൻ ജഗുവേര എന്നറിയപ്പെടുന്ന ഇബ്രാഹിം ട്രയോറെ എന്ന ചെറുപ്പക്കാരനാണ് ഈ രാജ്യത്തിന്റെ ഭരണാധികാരി. 2022 ഭരണത്തിലെത്തിയ ഇദ്ദേഹം ആ കൊച്ചു രാജ്യത്ത് കൊണ്ടുവന്ന മാറ്റങ്ങൾ മറ്റ് ലോക രാജ്യങ്ങളെ പോലും തല താഴ്ത്തിക്കാൻ കെൽപ്പുള്ളവയാണ്. അത്തരത്തിലുള്ള ഇബ്രാഹിം ട്രയോയുടെ ചില ഗെയിം ചേഞ്ചിങ് ഇന്നോവേഷനുകളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നാം നോക്കാൻ പോകുന്നത്. സോ ഫ്രണ്ട്സ്, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. പഴയ വാഹനങ്ങളുടെ ടയറുകൾ ഉപയോഗിച്ച് റോഡുകൾ നിർമ്മിക്കുവാൻ കഴിയുമെന്നും ഈ റോഡുകൾക്കാകട്ടെ പൊതുവെ ചിലവ് കുറവാണെന്നും മാത്രമല്ല ബലമുള്ളതാണെന്നും പറഞ്ഞാൽ ഒരു പക്ഷേ ന്യൂയോർക്ക് മോഡൽ റോഡുകൾ ഉള്ള നാട്ടിൽ ജീവിക്കുന്ന നമുക്ക് ചിരി വന്നേക്കാം. എന്നാൽ മുൻപേ പറഞ്ഞ ഇബ്രാഹിം ട്രയോയുടെ രാജ്യത്ത് പഴയതും കേടായതുമായ ടയറുകൾ മാലിന്യമായി വലിച്ചെറിയുന്നതിന് പകരം റോഡ് നിർമ്മാണത്തിന് അടിത്തറയായി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ലോകത്തിലെ ദരിദ്ര രാജ്യങ്ങളിൽ ഒന്നാണ് ബുർക്കിന ഫാസോ. അന്താരാഷ്ട്ര വായ്പകളെ ആശ്രയിച്ചാണ് ഈ രാജ്യം മുൻപോട്ട് പോകുന്നത്. ആയതിനാൽ തന്നെ ഇവിടെയുള്ള റോഡുകളും പാലങ്ങളും പോലെയുള്ള മിക്ക അടിസ്ഥാന സൗകര്യങ്ങളും സംവിധാനങ്ങളും തന്നെ വളരെ പഴക്കം ചെന്നതോ തകർന്നതുമാണ്. മഴക്കാലത്താകട്ടെ റോഡുകൾ ഒലിച്ചു പോവുകയും അതുപോലെ വേനൽക്കാലത്ത് കടുത്ത ചൂട് കാരണം പൊട്ടിപ്പൊളിയുന്നതും ഇവിടെ സർവ്വസാധാരണമാണ്. ഇവിടെയുള്ള റോഡുകൾ വളരെ മോശം അവസ്ഥയിലുണ്ടായിരുന്നതിനാൽ തന്നെ ആംബുലൻസുകൾ, ഫയർ ട്രക്കുകൾ, സ്കൂൾ ബസ്സുകൾ എന്നിവ പലപ്പോഴും മണിക്കൂറുകളോളം ഈ റോഡുകളിലെ ചളിയിൽ കുടുങ്ങിയിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഇബ്രാഹിം ട്രയോഡോ വളരെ വിചിത്രമായ ഒരു ആശയവുമായി മുൻപോട്ട് വരുന്നത്. അതായത് ഉപയോഗശൂന്യമായി വലിച്ചെറിയപ്പെടുന്ന ടയറുകൾ കൊണ്ട് റോഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുക എന്നതായിരുന്നു ഈ ആശയം. സത്യത്തിൽ ആ ടയറുകൾ കത്തിക്കുന്നത് അപകടകരമായ വാതകങ്ങൾക്ക് കാരണമാവുകയും ഇനിയും ഇവ നദികളിലോ ഓടകളിലോ വലിച്ചെറിയുന്നത് പരിസ്ഥിതിയെ മലിനമാക്കപ്പെടുകയും ചെയ്യുന്നതാണ്. പക്ഷേ ഇവ റോഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രകൃതിക്ക് ദോഷം ചെയ്യുകയുമില്ല, എന്നാൽ മലിനമായ വസ്തു ഉപയോഗ വസ്തുവായി മാറുകയും ചെയ്യും. അതിനായി ഈ ടയറുകൾ ശ്രദ്ധാപൂർവം ഒരു പ്രത്യേക രീതിയിൽ നിലത്ത് പാകിയ ശേഷം ഒരു പ്രത്യേക സിമന്റ് മിശ്രിതം ഇവയ്ക്ക് മുകളിൽ ഒഴിക്കുകയാണ് ചെയ്യുക. ഈ സിമന്റ് റബ്ബറുമായി നന്നായി ഒട്ടിപ്പിടിക്കുകയും ചെയ്യും. ചൂടും തണുപ്പും സർവൈവ് ചെയ്യുകയും ചെയ്യുന്നതിനാൽ തന്നെ ഈ രീതിയിൽ എക്കോ ഫ്രണ്ട്ലി ആണെന്ന് മാത്രമല്ല ട്രഡീഷണൽ റോഡ് നിർമ്മാണത്തെക്കാൾ 40% ചിലവ് കുറവാണെന്നും വിദഗ്ധർ പറയുന്നു. കൂടാതെ ഇത്തരം ടയറുകൾ കൊണ്ട് നിർമ്മിക്കുന്ന റോഡുകൾക്ക് മറ്റൊരു അഡ്വാൻറ്റേജ് കൂടെയുണ്ട്. അതായത് ഭൂകമ്പങ്ങളിൽ നിന്നും കനത്ത മഴയിൽ നിന്നുമുള്ള ആഘാതങ്ങളെ സാധാരണ റോഡുകളെക്കാൾ നന്നായി ഇത്തരം റോഡുകൾക്ക് ആഗീകരണം ചെയ്യാൻ സാധിക്കും. റോഡിൽ ഹൈ പ്രഷർ വന്നാലും റബ്ബറിന് ചുരുങ്ങാൻ കഴിയുന്നതിനാൽ തന്നെ അത്ര എളുപ്പത്തിൽ ഈ റോഡ് പൊട്ടിപ്പോകുകയുമില്ല. അതിനാലൊക്കെ തന്നെ ബുർക്കിന ഫാസോയിലെ പല ചെറിയ ഗ്രാമങ്ങളും ഇപ്പോൾ പ്രധാന നഗരങ്ങളുമായി ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിനെല്ലാം പുറമെ ഇതിലൂടെ തന്നെ രാജ്യത്തെ ആയിരക്കണക്കിന് യുവാക്കൾക്ക് ഇബ്രാഹിം ട്രയോ തൊഴിൽ നൽകുകയും ചെയ്യുന്നു. ടയറുകൾ ശേഖരിക്കുന്നത് മുതൽ വൃത്തിയാക്കുക, ക്രമീകരിക്കുക, റോഡ് നിർമ്മിക്കുന്നത് വരെ പദ്ധതിയുടെ ഓരോ ഘട്ടത്തിലും പ്രാദേശിക തൊഴിലാളികൾക്ക് ജോലിയും ലഭിക്കുന്നു. ഇത് തൊഴിലില്ലായ്മ കുറയ്ക്കുകയും വികസനം ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ മിക്ക രാജ്യങ്ങളിലും ബിറ്റുമിൻ, അതായത് കറുത്ത പശ പോലെയുള്ള ഒരു പദാർത്ഥം, അസ്ഫാൾട്ട്, മറ്റ് രാസവസ്തുക്കൾ എന്നിവ പോലെയുള്ള റോഡ് നിർമ്മാണ സാമഗ്രികൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ ഈ പദ്ധതിയിലൂടെ ബുർക്കിന ഫാസോ ഇത്തരം ഇറക്കുമതിയുടെ ആവശ്യകത കുറയ്ക്കുവാൻ സാധിച്ചു എന്ന് മാത്രമല്ല, ഇപ്പോൾ മാലി, നൈജർ, ചാഡ് തുടങ്ങിയ നിരവധി ആഫ്രിക്കൻ രാജ്യങ്ങൾ ഈ ടയറോയിഡ് മോഡൽ പഠിക്കുവാനായി ബുർക്കിന ഫാസോയിലേക്ക് ടീമുകളെ അയച്ചിട്ടുമുണ്ട്. ചില യൂറോപ്യൻ എൻവയോൺമെന്റ് ഗ്രൂപ്പുകളും ഇതിനെ വളരെ മികച്ച പദ്ധതിയായാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ ഇബ്രാഹിം ട്രയോറയെ സംബന്ധിച്ചിടത്തോളം ഇത് വെറുമൊരു റോഡ് നിർമ്മാണ പദ്ധതി മാത്രമല്ല, ഇതൊരു പുതിയ കാഴ്ചപ്പാട് കൂടെയാണ്. രാജ്യത്തെ ആളുകൾക്ക് സ്വന്തം രാജ്യത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ, നേതാക്കൾക്ക് സത്യസന്ധമായ ഉദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ
ഏതൊരു ദരിദ്ര രാജ്യത്തിനും ലോകത്തെ അത്ഭുതപ്പെടുത്തുവാൻ കഴിയുമെന്ന് തെളിയിക്കുന്ന ഒരു പദ്ധതിയാണിത്. ഇനി ഇബ്രാഹിം ട്രയോറോ ആരംഭിച്ച മറ്റൊരു പ്രധാന പദ്ധതിയെക്കുറിച്ച് സംസാരിക്കാം. അതാണ് ആർട്ടിഫിഷ്യൽ കനാലുകളുടെ നിർമ്മാണം. ഇതൊരു ചെറിയ ജലപാതയല്ല. ബുർക്കിന ഫാസോയിലെ കർഷകർക്ക് വർഷങ്ങളായി ഉണ്ടായിരുന്ന ഒരു സ്വപ്ന പദ്ധതി കൂടെയാണിത്. രാജ്യത്തിന്റെ പല ഗ്രാമീണ ഭാഗങ്ങളിലും മഴയുടെ അഭാവം മൂലം തന്നെ കർഷകരുടെ വിളകൾ നശിക്കുന്നത് പതിവായിരുന്നു. കർഷകർ വിത്തുകൾ നട്ടിരുന്നുവെങ്കിലും വെള്ളമില്ലാതെ വയലുകൾ ഉണങ്ങി പോവുകയാണ് പതിവ്. എന്നാൽ ഇബ്രാഹിം ട്രയോറോ രാജ്യത്തിന്റെ നേതാവായപ്പോൾ അദ്ദേഹം ഒരു വലിയ ആർട്ടിഫിഷ്യൽ കനാൽ സിസ്റ്റം നിർമ്മിക്കുവാൻ തുടങ്ങി. ഈ കനാലുകളാകട്ടെ ഇപ്പോൾ മിക്ക സ്ഥലങ്ങളിലേക്കും വെള്ളം എത്തിക്കുന്നു. മഴവെള്ളം സംഭരിക്കുവാനും വർഷം മുഴുവൻ കൃഷിയിടങ്ങളിൽ വെള്ളം എത്തിക്കുവാനുമാണ് കനാൽ സംവിധാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത് കൃഷി മെച്ചപ്പെടുത്തുകയും രാജ്യത്തെ ഭക്ഷണ ഉൽപാദനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ബുർക്കിന ഫാസോയിലെ ഗോതമ്പ്, അരി, ചോളം, പച്ചക്കറികൾ, പഴങ്ങൾ തുടങ്ങിയവയൊക്കെയാണ് കൂടുതലായി കൃഷി ചെയ്യപ്പെടുന്നത്. കഴിഞ്ഞില്ല തന്റെ രാജ്യത്ത് ഒരു സോളാർ സിറ്റി നിർമ്മിക്കുന്ന പദ്ധതി കൂടെ ഇബ്രാഹിം ട്രയോറോ രാജ്യത്ത് നടപ്പാക്കുന്നുണ്ട്. ഒരു കാലത്ത് ബുർക്കിന ഫാസോയിൽ പകൽ പോലും വീടുകൾ ഇരുട്ടിലായിരുന്നു. കുടുംബങ്ങൾ പാചകത്തിന് വിറക് ഉപയോഗിക്കുകയും കുട്ടികൾ മണ്ണെണ്ണ വിളക്കുകൾ ഉപയോഗിക്കുകയും ചെയ്താണ് പഠിച്ചിരുന്നത്. എന്നാൽ ഇന്ന് രാജ്യം പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നഗരം നിർമ്മിക്കുകയാണ്. ടെക്നോളജി ഉപയോഗിച്ച് പൂർണ്ണമായും പരിസ്ഥിതി സൗഹൃദമായ ഒരു നഗരമാണത്രേ ഇബ്രാഹിം ട്രയോറോയുടെ അടുത്ത സ്വപ്നം. കുറച്ചു കാലം കൂടി കഴിഞ്ഞാൽ രാജ്യത്തെ ഓരോ വീടിനും സ്കൂളിനും ഹോസ്പിറ്റലിനും ഫാക്ടറികൾക്കും സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാനും അവയുടെ മേൽക്കൂരകളിൽ സോളാർ പാനലുകൾ ഉണ്ടാകും. യഥാർത്ഥ ഡെവലപ്മെന്റ് വലിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിലല്ലെന്ന് ഇബ്രാഹിം ട്രയോറോ വിശ്വസിക്കുന്നു. ഓരോ വ്യക്തിയുടെയും ജീവിതം എളുപ്പമാക്കുമ്പോഴാണ് യഥാർത്ഥ പുരോഗതി എന്നതാണ് അദ്ദേഹത്തിന്റെ ആശയം. വൈദ്യുതി പ്രശ്നം പരിഹരിക്കുവാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും സോളാർ പാനലുകൾ നിർമ്മിക്കുവാനും സ്ഥാപിക്കുവാനും പരിപാലിക്കുവാനുമായി ഒരുപാട് തൊഴിലവസരങ്ങളും ഇതിലൂടെ സൃഷ്ടിക്കപ്പെടുന്നു. ഏതായാലും ഇത്രയും കാലം ശ്രദ്ധിക്കാതിരുന്ന ഒരു കൊച്ചു രാജ്യം ലോക ശ്രദ്ധ പിടിച്ചു പറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ന്യൂയോർക്ക് മോഡൽ റോഡുകൾ ഏത് കാലത്താണാവോ പൊട്ടിപ്പൊളിയാതെ ഇതുപോലെ കാണാൻ സാധിക്കുക. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുതേ. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.